ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനിടയായി തീർന്നു. ആദ്യം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത് പ്രകാരമാണ്: കണ്ണ് പ്രകാശമുള്ളതെങ്കിൽ ശരീരമൊക്കെയും പ്രകാശമുള്ളതായിരിക്കും. എല്ലാറ്റിനും ഒരു പരിഹാരമാണ് കണ്ണിന്റെ പ്രകാശം. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്കിന്ന് അതിനെക്കുറിച്ച് ആ വചനത്തിൽ നിന്ന് തന്നെ കേട്ട ഒരു ഭാഗം ചിന്തിക്കാം. ദൈവത്തിന്റെ കൽപ്പന കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഒരു മനുഷ്യന്റെ കണ്ണ് പ്രകാശിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയായിരിക്കും. ദൈവത്തിന്റെ കൽപ്പന എങ്ങനെയാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്? നയമാനോട് പറഞ്ഞു. നയമാൻ കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗം സൗഖ്യമാകാൻ സിറിയയിൽ നിന്ന് വന്നതാണ്. ഇത്രയും കിലോമീറ്റർ തരണം ചെയ്ത് ഇത്ര വലിയ സമ്പത്തും ഒക്കെ ആയിട്ട് വന്ന് എലീശ പ്രവാചകന്റെ മുമ്പിൽ നിന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങുക എന്ന് പറഞ്ഞു. അപ്പോ യഥാർത്ഥത്തിൽ ആ കൽപ്പന നയമാന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതായിരുന്നു. എങ്ങനെ? അത് പ്രകാശിപ്പിക്കണമെങ്കിൽ അത് വിശ്വസിക്കണം. ദൈവം കൽപ്പിച്ച കൽപ്പന വിശ്വസിക്കണം. അത് വിശ്വസിച്ചാലോ? അതാണ് യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യഹോവയുടെ വചനം ദർശിച്ചു കേൾപ്പാൻ തക്കണം അവന്റെ ആരാധന സഭയിൽ നിന്നവൻ ആര്? യഹോവയുടെ വചനം എങ്ങനെ കാണണം? ദർശിച്ചു കേൾക്കണം. അപ്പോൾ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിന് ദർശനമുണ്ട്. ദർശനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ദർശനം? അവിടെയാണ് മനുഷ്യന് തെറ്റിപ്പോകുന്നത്. അതായത് ഫിലിപ്പോസിനോട് പറഞ്ഞ് നീ ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിക്ക് പോകാൻ പറഞ്ഞു. ഒറ്റ മനുഷ്യനും ഇല്ല, വിജനമായ വഴി. എന്ത് കാര്യം? കർത്താവ് കൽപ്പിച്ച കൽപ്പന കേട്ട് എങ്ങനെ കണ്ണ് പ്രകാശിക്കും? അതിനൊരു വഴിയുണ്ട്. അതിനാണ് ആത്മീക കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പന കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിൽ അത് പ്രാപിക്കുമ്പോൾ അതിൻ്റെ ഷണ്ടൻ അതിലേ പോകുന്നതും അവനോട് സുവിശേഷം പറയുന്നതും അവൻ രക്ഷിക്കപ്പെട്ടു വരുന്നതും ദൈവത്തിന് ഉദ്ദേശം നടപ്പാകുന്നതുമായ ഒരു കാര്യം അതിന് ആത്മീയ മണ്ഡലങ്ങളിലുണ്ട്. അതാണ് ദർശിക്കേണ്ടത്. അല്ലാതെ അക്ഷരത്തിലുള്ളത് ദർശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കണ്ണ് പ്രകാശിക്കില്ല. കണ്ണ് പ്രകാശിക്കണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടി, അതായത് ഇന്ന് ഞാൻ കേട്ട വചനം എന്തായിത്തീരും എന്നുള്ളത് പുറമേ ഉള്ളതല്ല, പിന്നെയോ യഥാർത്ഥത്തിൽ ആത്മീയമായി സംഭവിക്കുന്നത് എന്തെന്ന് അറിഞ്ഞാൽ മാത്രമേ കണ്ണ് പ്രകാശിക്കൂ. കണ്ണ് പ്രകാശിച്ച ആണെങ്കിൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ കൽപ്പന കേട്ട് കണ്ണ് പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അനുസരിക്കാതിരിക്കില്ല, അവൻ ധന്യനായി തീരാതിരിക്കുകയില്ല. ഇത് സംഭവിക്കാതിരിക്കുന്നതാണ് മനുഷ്യന്റെ പരാജയം. ശൗലിനോട് പറഞ്ഞ് അമാലേക്കരെ സംഹരിക്കാൻ പറഞ്ഞപ്പോ ആ സംഹരിക്കാൻ പറഞ്ഞ് അവിടെ ചെന്ന് പരാജയപ്പെട്ടു. ഇവന്റെ കണ്ണ് പ്രകാശിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് ബന്ധിരിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം അവനത് നിവർത്തിച്ചിരിക്കും. ഇന്ന് നമുക്കത് അനുഭവ പാഠമായിരിക്കട്ടെ. അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ നമ്മൾ പിന്നീട് ചിന്തിക്കും. ഒരു കാര്യം മാത്രം, ദൈവം എന്ത് കൽപ്പിച്ചാലും, ദൈവമാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, നമുക്ക് വിഷാദത്തോടു കൂടിയല്ല, പിന്നെയോ ദൈവമാണ് കൽപ്പിക്കുന്നതെങ്കിൽ അത് അന്തരാത്മാവിൽ അത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് പ്രകാശിക്കണം. കണ്ണ് പ്രകാശിച്ച കൽപ്പനയാണെങ്കിൽ അനുസരിച്ചിരിക്കും, അവന്റെ ജീവിതം ധന്യമായി തീർന്നു. കർത്താവിന് സ്തോത്രം. അതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. മുട്ടുകളമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരാജയത്തിനെ കുറിച്ച് കർത്താവ് ആലോചന തന്നു. ഞങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കുന്നുവെങ്കിൽ ദൈവമേ, ശരീരം മുഴുവൻ വെളിച്ചമാണ്, ഞങ്ങൾക്ക് പരാജയമില്ല. എന്നാൽ കർത്താവ് കൽപ്പിക്കുന്ന വചനം വിശ്വസിക്കാൻ സാധിക്കാത്ത നിലയിൽ ഞങ്ങൾ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. ഞങ്ങൾക്ക് ദർശനമില്ലാതെ വരുന്നു. കർത്താവെ, ഞങ്ങൾ ഭൗതികമായിട്ട് ചിന്തിക്കുന്നു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ കർത്താവ് അതിനെക്കുറിച്ച് ഭൗതികമായിട്ട് ചിന്തിച്ച് ഞങ്ങൾ അതിൻ്റെ അർത്ഥമില്ലായ്മ ഞങ്ങളുടെ ഹൃദയത്തിൽ വരുന്നു. അതോടുകൂടി പ്രകാശിക്കാൻ സാധിക്കാതെ വരുന്നു. എന്നാൽ എൻ്റെ കർത്താവ് കൽപ്പിക്കുന്ന ഏത് കൽപ്പനയും കർത്താവെ അതിന് ഒരു അന്തം ഉണ്ടാകും.
അത് നന്മയായിരിക്കും, നിത്യജീവനായിരിക്കും എന്ന് കർത്താവെ ആത്മീയ ദർശനത്തോടു കൂടി കണ്ണ് പ്രകാശിച്ചു ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു കാത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്ത കർത്താവേ.